ഇന്നത്തെ ടോപ്പിക് എന്താണ്? കുട്ടികളിൽ നിന്നും നമുക്ക് പഠിക്കാം എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ ഈ ടോപ്പിക് കേട്ട സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാവും. എന്തൊക്കെയാണ് നമ്മൾക്ക് കുട്ടികളിൽ നിന്ന് പഠിക്കാനുള്ളത്? ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? അല്ലെങ്കിൽ നമ്മൾക്കില്ലാത്ത എന്തെല്ലാം നല്ല കാര്യങ്ങളാണ്, അല്ലെ നല്ല സ്വഭാവങ്ങളാണ് നമ്മൾ അവരിൽ കാണാറുള്ളത്? ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്താണ് നിങ്ങൾ കാണാറുള്ളത് അവരിൽ? ഓക്കെ, സ്നേഹം കാണാറുണ്ട്, ആൾവേസ് ഹാപ്പിയാണ്, അവരുടെ പുഞ്ചിരി, ഉള്ളതിലൊക്കെ സന്തോഷം കണ്ടെത്തും. പിന്നെ സ്മൈല്, പിന്നെ വേറെന്തെങ്കിലും? ഇന്നസെൻസ്, നിഷ്കളങ്കമാണ്. ഓക്കെ, സ്നേഹപ്രകടനങ്ങള്, കുസൃതി. ഓക്കെ, പിന്നെ ഇനിയുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടാവും? ഓക്കെ, അൺവാണ്ടഡ് ക്രൈം, കൗതുകങ്ങൾ, ഓക്കെ, തമാശകള്, ക്യൂരിയോസിറ്റി, സൗഹൃദം. വാവ്, നമ്മളെ ചിരിപ്പിക്കും. ഓക്കെ, പകയില്ലാത്ത മനസ്സുണ്ട്. ഓക്കെ, ഒരുപാട് കൺകുളിർമ തരും. അതെ, എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെറിയ നെറ്റ് ഇഷ്യൂ കേട്ടോ, കറണ്ട് പോയി വന്നതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട്. നമ്മളെ മക്കളില് നമ്മളെ കുട്ടികളിൽ കാണുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ, അല്ലെ? നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം,
വലിയവരെ കണ്ടുപഠിക്കണം. മുതിർന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകള്, അവരിലാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവര് ഇന്നന്ന കാര്യങ്ങൾ കണ്ടോ, അവൻ അങ്ങനെ നോക്ക്, ഇവരിങ്ങനെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്ക്, ഈ ഒരു കാര്യങ്ങൾ കണ്ടുപഠിക്കണം എന്നാണ് നമ്മൾ സാധാരണയായി കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുട്ടികളിൽ നിന്ന്, അവരുടെ സ്വഭാവങ്ങളിൽ നിന്ന്, അവരുടെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി തരുക? നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ഹാപ്പിനെസ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ സമാധാനം, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനം കാണുന്നത് ആരിലാണ്? സന്തോഷം കാണുന്നത് ആരിലാണ്? 10 മുതൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 3 മുതൽ 10 വയസ്സ് വരെയാണോ, അല്ലെങ്കിൽ 10 മുതൽ 20 വയസ്സ് വരെയാണോ, 30 മുതൽ 40 വയസ്സ് വരെയാണോ? ആരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നവര്? ഏറ്റവും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആരാണ്? കുട്ടികളാണ് അല്ലെ? ഏത് വയസ്സിന്റെ ഇടയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാറുള്ളത് നമ്മള്? ചെറിയ കുട്ടികൾ മുതൽ ഒരു 10 വയസ്സ്, ഒരു 15 വയസ്സിന്റെ ഇടയിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളെ കാണാറുള്ളത്. ആ 3 to അല്ലെ 3 to 10 ഇയേഴ്സിന്റെ ഇടയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഓടി നടക്കുന്നത് എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനാ? ജോലി ചെയ്യുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കാനാണ്. എന്തിനാണ് പണം? പണം ഉണ്ടാക്കിയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പറയാറുണ്ട് പിച്ചെ എടുത്തു ജീവിക്കുന്നില്ലേ ആളുകള്, അതെന്ന് കരുതി നമ്മൾ ജോലി എടുക്കാതിരിക്കോ? ഇല്ല. അതെന്താണ്? പിച്ചെ എടുക്കുന്ന ആളുകളും സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത്. പക്ഷെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോലിയൊക്കെ എടുത്ത് പണം ഉണ്ടാക്കി സന്തോഷത്തോടു കൂടി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കുഞ്ഞു മക്കളാണ്. ഈ കുഞ്ഞു മക്കളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവരാണ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നത്? അതിലെന്തോ ഒരു സത്യമില്ലേ? അവര് സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളിൽ എന്ത് വരും? ഹാപ്പിനെസ് തിരിച്ചു വരും. നമ്മളും അതെ, നമ്മളെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു നോക്കി എല്ലാരും. നമ്മളെ കുട്ടിക്കാലത്തേക്ക് നമ്മളൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രമാത്രം ഹാപ്പി ആയിരുന്നു. നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ലേ? ആ ഒരു കാലത്തേക്ക് അങ്ങ് പോകുന്ന സമയത്ത് എല്ലാവരും വണ്ടറടിച്ചിരിക്കും. വാവ്, എത്ര ഹാപ്പി ആയിരുന്നു ഞാൻ, എത്ര സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഞാൻ ഇങ്ങനെയായി പോയി എന്നുള്ള പരാതിയായിരിക്കും എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷെ അവിടെ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത്? ഈ ഒരു ഹാപ്പിനെസ് നമ്മളിൽ നിന്ന് എവിടെയാണ് വീണുപോയത്? അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾക്കും ഈ ഒരു ഹാപ്പിനെസ് ഉള്ളവരായിരുന്നു നമ്മൾ. അപ്പോ ഇതിലേക്ക് നമ്മൾ എത്തി, അതിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത്, എവിടെയാണോ നമ്മളത് ഈ ഹാപ്പിനെസ് കളഞ്ഞു പോയത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്ക് എന്ത് ചെയ്യും? പഴയൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും.
അപ്പൊ നമുക്ക് കുട്ടികളിലുള്ള ഓരോ ഗുണങ്ങളെ കുറിച്ച് പഠിക്കാം. ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മളിൽ എവിടെയാണ് അത് നഷ്ടപ്പെട്ടു പോയത്, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നുള്ള ബോധം നമുക്ക് വരിക. അപ്പൊ അവരിലുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ക്യൂരിയോസിറ്റി. അവരിൽ നമ്മൾ കാണാറുള്ള, ഇപ്പോ നേരത്തെ ഒരാൾ പറഞ്ഞു ചെയ്തു, അവരുടെ ഒരു കഴിവിൽ പെട്ടതാണ് ക്യൂരിയോസിറ്റി. കുട്ടികൾ എന്ത് ചെയ്യും? ചുറ്റുപാടുള്ള ഏതൊരു കാര്യത്തെയും അവർക്ക് എന്താണ് ഒരു ജിജ്ഞാസയോടുകൂടി ജിജ്ഞാസയോടുകൂടി അവരെന്ത് ചെയ്യും? അതിനെ കാണുകയും അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അവർക്ക് എന്ത് കാര്യങ്ങൾ കണ്ടാലും 100 ചോദ്യമാണ് അല്ലെ? ഒരു കാര്യത്തെ അവർ കാണുകയാണെങ്കിൽ ഒരു 2.5-3 വയസ്സിന്റെ ഒക്കെ ഒരു സമയമുണ്ട്, 3-3.5 സമയം. ആ സമയത്ത് നമുക്കറിയാം ചോദ്യങ്ങളോട് ചോദ്യങ്ങളായിരിക്കും. എന്ത് കണ്ടാലും അവർ ചോദിക്കും, ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഇതെന്താണ്, അതെന്താണ്. ഇത് അവരുടെ ഒരു സ്വഭാവമാണ്. അവരെന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയാണോ ഇവിടെയുള്ളത് അതിനെയെല്ലാം പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഇത്രയും ക്യൂരിയോസിറ്റിയോട് കൂടി അതെന്താണ്, ഇതിലെന്താണ് സംഭവിക്കുന്നത്, ഇത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ഉത്തരങ്ങൾ കൊടുക്കും, ഒരുപാട് ഉത്തരങ്ങൾ കൊടുക്കും. കുറെ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഉത്തരങ്ങളെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പലരും പറഞ്ഞു പോവാറുണ്ട്. ആ പോകുന്നത് അവരെ എന്ത് ചെയ്യും? അതിൽ നിന്ന് തടസ്സപ്പെടും. ആ ഒരു ജീവിതത്തിൽ നിന്ന് അത് നഷ്ടപ്പെടാനും നമ്മൾ അവസരം കൊടുക്കുകയാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കുട്ടികളിലുള്ള ഏറ്റവും നല്ല ഗുണമാണ് ആ ക്യൂരിയോസിറ്റി എന്നുള്ളത്. അത് നമ്മളിലും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് എന്ന് നഷ്ടപ്പെട്ടോ അന്ന് മുതലാണ് നമ്മൾക്ക് ഈ ഓരോ കാര്യങ്ങളെ അറിയാനും പഠിക്കാനുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാത്തിനും ഉത്തരം തേടി നടക്കുന്ന, എന്ത് കണ്ടാലും എന്തറിവുകളും നമുക്ക് എന്ത് ചെയ്യാണ്? സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേൾക്കാനും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ 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 താങ്ക് യു. അപ്പൊ എന്താണ്? അവർ നിർത്താതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കുട്ടികൾ. അതേപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യാം? നമ്മളും ഓരോ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്തതാണ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത അല്ലെ? അവരെന്താണ്? കുട്ടികൾ ഉജ്ജ്വലമായ ഭാവനയിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് ഒരു ബോക്സ് പോലെ അല്ലെ, നമ്മുടെ ചിന്തകളെ ഒരു ബോക്സ് പോലെയാക്കി അതിന് പുറത്തേക്ക് ചിന്തിക്കാനോ പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് കഴിയുന്നില്ല, നമ്മളത് ശ്രമിക്കുന്നില്ല. എന്നാൽ അവരെന്താണ്? ഔട്ട് ഓഫ് ബോക്സ് ആണ്. അവരൊരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് അവര്. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു അല്ലെ? പല കാര്യങ്ങളും നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു, എങ്ങനെ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ? അവർ ഒരു ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പേപ്പർ കഷ്ണമാണ് അവരെ കയ്യിലെങ്കിലും അവരതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും. അതേപോലെ മൊബൈൽ ഫോണുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അല്ലെ? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ കുട്ടിയോടായിരിക്കും ചോദിക്കുന്നത്, ഇതെന്താ ചെയ്യാ ഫോണിലൊക്കെ അല്ലെ, ഫോണിലും ലാപ്പിലൊക്കെ. അത് അവരത്രയും ക്രിയേറ്റീവാണ്. അവരെന്ത് കാര്യങ്ങളെയും പഠിക്കാൻ പേടിയില്ലാതെ ചെയ്തു നോക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു രീതിയിൽ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. ഏത് കാര്യങ്ങളും പുതിയ ആശയങ്ങളും നമുക്ക് ഏതൊരു പ്രശ്നവും ഏതൊരു പുതിയ കാര്യവും പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് നമ്മളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു രീതിയിൽ അവരിൽ നിന്ന് പഠിക്കാനുള്ളത്. അതേപോലെ സഹിഷ്ണുത. ഏതൊരു തിരിച്ചടികൾ വന്നാലും അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും. അതിൽ നിന്ന് തിരിച്ചടികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും കുട്ടികൾ എന്ത് ചെയ്യും? വേഗത്തിൽ തന്നെ തിരിച്ചു വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട്
സമയമെടുക്കും നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ. അവരെന്ത് ചെയ്യും? എന്ത് വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവരെന്താണ്, പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടു കൂടി അതിൽ നിന്ന് ഇറങ്ങി വന്ന് കാര്യങ്ങളിലേക്ക്, പുതിയതിലേക്ക് അവര് നീങ്ങിപ്പോകും. ഈ ഒരു സഹിഷ്ണുതാ മനോഭാവം അവരിലുണ്ട്. അത് നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു പോയതാണത്. അടുത്തതാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾ ഈ നിമിഷത്തിലായിരിക്കും ജീവിക്കാൻ. അവർക്ക് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല. അവർ ഈ നിമിഷത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് അവരിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി. നമുക്ക് ഇല്ലാതെ പോയ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം അതാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത്. മനസ്സാന്നിധ്യത്തോടുകൂടി അവരെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പരിപൂർണമായും ഇൻവോൾവ് ആയിരിക്കും. അവര് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായും ആസ്വദിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ നിമിഷത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ആ നിമിഷത്തിൽ നമ്മൾ ആഘോഷിച്ചതാണ്. ആ നിമിഷത്തിൽ നമ്മൾ ജീവിച്ചതിന്റെ ഓർമ്മകളാണ് നമ്മൾക്ക് സന്തോഷകരമായ നിമിഷങ്ങളായിട്ട് നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് അവർ നിൽക്കാൻ കാരണമാവുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ള ഒരു ക്വാളിറ്റി അവരിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ള ഈ ഒരു പാഠം അവരിൽ നിന്ന് ഏറ്റെടുക്കേണ്ടതായിട്ട്. ഓരോ നിമിഷവും ഒരു കാര്യം അവർ കാണുകയാണെങ്കിൽ അതിൻ്റെ ഫുള്ളി അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് എന്താണ് അതിന്റെ കാഴ്ചകൾ, എന്താണ് അതിന്റെ കേൾവികൾ, എന്താണ് അതിന്റെ മണം, എന്താണ് അതിന്റെ രുചി, എല്ലാം ആസ്വദിച്ച് ആ ഒരു നിമിഷത്തിലൂടെ അവർ കടന്നുപോകും. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് മാറാൻ നമ്മളും ശ്രമിക്കും. അതേപോലെ തന്നെ ഒതന്റിസിറ്റി, ആധികാരികത. കുട്ടികൾ നിഷ്പക്ഷമായി സ്വയം സാമൂഹിക മാനദണ്ഡങ്ങളോ അതേപോലെ പ്രതീക്ഷകളോ തടസ്സപ്പെടുത്താതെയാണ് അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്തുണ്ട്, അവർക്കുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൂടിയാണത്. അതേപോലെ അൺകണ്ടീഷണൽ ലവ്. നേരത്തെ പറഞ്ഞു, ആരെയും ഏത് രീതിയിലും സ്നേഹിക്കാനും സ്നേഹം സ്വീകരിക്കാനും അവർക്ക് കഴിയും. ആരുടെ സ്നേഹവും സ്വീകരിക്കാനും മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവർക്ക് സാധിക്കും. അതേപോലെ തന്നെ അവരവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. നമ്മൾ ശ്രദ്ധിക്കാറില്ലേ മക്കളെ, അവരെന്ത് വേണമെങ്കിലും എനിക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാം അവരുടേത്, അല്ലെങ്കിൽ അവരെ പേര് പറഞ്ഞിട്ടായിരിക്കും അവർ കാര്യങ്ങൾ സംസാരിക്കും അല്ലേ. അവര് പേരെടുത്ത് പറഞ്ഞ് ഇതെന്റേത്, ഇതെന്റേത്, അല്ലെങ്കിൽ ഇതെനിക്ക്, ഞാനിത് എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലേ. എപ്പോഴും അവനവന് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹവും, അവനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നുള്ളത് അവർ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അതാണ് നമ്മളിലും ഉണ്ടാവേണ്ടത്. അവരെപ്പോഴും കാണിച്ചു വരുന്ന ഒരു കാര്യമാണത്. ഞാൻ എന്നുള്ള ഒരു ചിന്ത നമുക്ക് അവർ കാണിച്ചു തരാറുണ്ട്. അവർ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെ, അവരെ പറയുന്ന സമയത്ത് തന്നെ അവരെ പേര് പറഞ്ഞോ അല്ലെ, എനിക്ക് ഞാനിത് എന്നുള്ളത് പറയാനാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് അവരോട് അതിയായ സ്നേഹമുണ്ട്. അതേപോലെ തന്നെ അവർ ചുറ്റുപാടിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. അവരുടെ രക്ഷിതാക്കളെ, അതേപോലെ തന്നെ ചുറ്റുപാടുകളെ, മറ്റുള്ള ആളുകളെ, ആരെയും സ്നേഹം അവർ സ്വീകരിക്കുകയും ആർക്കും സ്നേഹം കൊടുക്കാനും അവര് തയ്യാറാണ്. അത്രയും നിഷ്കളങ്കമായ സ്നേഹമുള്ളവരാണ് കുട്ടികൾ. അൺകണ്ടീഷണൽ ലവ്
അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വിധിയോ വ്യവസ്ഥയോ ഒന്നുമില്ല, അല്ലെ? ഒരു വിധിയോ എന്താണ് ആ ഒരു കാരണം കൊണ്ട് അവരെ സ്നേഹിക്കില്ല, ആ രീതിയിലുള്ള ഒരു തോട്ടൊന്നും അവരുടെ ഉള്ളിലില്ല. അല്ലെങ്കിൽ അവരെന്നെ സ്നേഹിച്ചാലേ ഞാൻ അവരെ സ്നേഹിക്കൂ എന്നുള്ള ആ രീതിയിലുള്ള ഒരു ചിന്തയും അവർക്കില്ല. എല്ലാവരോടും ആഴമേറിയ സ്നേഹവും സൗഹൃദവും കൊണ്ട് നടക്കാൻ അവരെന്താണ് തയ്യാറാണ്. അവരതിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് അപൂർണതയെ, ഇൻപെർഫെക്ഷനിസത്തെ അവർ പേടിക്കുന്നില്ല, അല്ലേ? നമ്മൾ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുക. കുട്ടികളെ കാര്യം ആലോചിച്ചു നോക്കി, അവർക്ക് തെറ്റ് വരുന്നതിനോ അതേപോലെ അവർ അപൂർണരാകുന്നതിനോ അവർക്ക് പ്രശ്നമില്ല. അവരത് ഭയപ്പെടുന്നില്ല. എപ്പോഴും അവർക്ക് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. ആ തെറ്റുകളെ തെറ്റായിട്ട് കണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് വിലപിച്ചിരിക്കല്ലാതെ എത്രയും പെട്ടെന്ന് അടുത്തതിലേക്ക് ജോയിൻ ചെയ്ത് പോവാൻ അവർ റെഡിയാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്ത അവരിലില്ല. പലപ്പോഴും നമ്മളിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് പെർഫെക്ഷനിസം. അവർക്ക് എന്താണ് ഈ ഒരു ചിന്തയില്ല. അവർ തെറ്റുപറ്റിയാലും അത് അവരെന്ത് ചെയ്യാണ്, തിരുത്തി അടുത്തതിലേക്ക് പോവാൻ അവർ റെഡിയാണ്. നെക്സ്റ്റ്, അത്ഭുതബോധം, സെൻസ് ഓഫ് വണ്ടർ. കുട്ടികളുടെ ലോകത്ത് അത്ഭുതങ്ങളും മാജിക്കുകളും, അല്ലേ? അവരെന്താണ് അത്രയും സൗന്ദര്യത്തോടുകൂടി ഈ ലോകത്തെ കാണുന്നവരാണ്. അവരത്രയും സന്തോഷം അതിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളിലും അവരത് കാണുന്ന സമയത്ത് വാവ്, അടിപൊളി എന്നുള്ള രീതിയിൽ ഓരോ കാര്യത്തിലുള്ള സന്തോഷത്തെ അവർക്ക് ഏറ്റെടുക്കാനും അതിനുള്ള സന്തോഷത്തെ കണ്ടെത്താനും അവർക്ക് സാധിക്കുന്നുണ്ട്. നിസ്സാരമായ കാര്യത്തിൽ നിന്ന് തന്നെ അവരെന്ത് ചെയ്യും, ഹാപ്പിനെസ് കണ്ടെത്തും. ഇല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ആയിരുന്നു? അപ്പൂപ്പൻ താടിയൊക്കെ കാണുന്ന സമയത്ത് അതിന്റെ കൂടെ ഓടുക, തുമ്പിയെ പിടിക്കാൻ, അതിലൊക്കെ അവർ കാണുന്ന, ഇപ്പൊ നമ്മളത് കാണുമ്പോ എന്താന്നില്ലേ അവർ തോട്ടാണ് നമുക്ക്. പക്ഷെ അവർ കാണുന്ന ചെറിയൊരു കാര്യത്തിൽ വരെ അവര് എത്തിപ്പിടിക്കുന്ന അതിന്റെ സന്തോഷവും സമാധാനവും അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ഏതൊരു കാര്യത്തെ കാണുന്ന സമയത്തും അതിനെ ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് കുട്ടികളുള്ളത്. അതിന്റെ സൗന്ദര്യവും മാന്ത്രികതയും വീണ്ടും കണ്ടെത്താൻ നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്ന ഓരോന്നിലും സന്തോഷം കണ്ടെത്താൻ, ഏതൊരു കാര്യത്തിലും ഏതാണോ നമുക്ക് വേണ്ടത് എല്ലാ കാഴ്ചകളെയും ആസ്വദിക്കാൻ കഴിയുക. നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണ്, നമ്മളും നമ്മളെ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരിക്കും നമുക്കുള്ള ഉള്ളിൽ ഉണ്ടാവുക. മക്കൾ കൂടെ ഉണ്ടാവുമ്പോൾ പലരും യാത്രയെ ഇഷ്ടപ്പെടാത്തതല്ലേ, പോവാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ചെറുതായതുകൊണ്ടാണെന്ന് പറയും. പക്ഷെ നമ്മളൊന്ന് നോക്കണം, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ കുട്ടികളെയായിട്ട് ഒരു യാത്ര പോവുകയാണെങ്കിൽ അവരുടെ സന്തോഷം നമ്മളൊന്ന് കാണുമ്പോൾ അതുപോലെ ഒന്ന് സന്തോഷിക്കാൻ നമ്മൾക്കും പറ്റിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. കാരണം അവരെന്താന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാഴ്ചകളെ, ആ കേൾവികളെ എന്താണോ അവർ കാണുന്നത് അതെല്ലാം വാവ്, അത്രയും അടിപൊളിയായിട്ട് അവരെന്ത് ചെയ്യാണ്, അതിനെ ആസ്വദിക്കുകയാണ്. ആ ഒരു ലോകത്തേക്ക് നമ്മളും എത്തിച്ചേരണം. അപ്പൊ നമുക്കും അതേപോലെ സന്തോഷവും സമാധാനവും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അടുത്തതാണ് നിരുപാധികമായ സന്തോഷം, അല്ലെ? അൺകണ്ടീഷണൽ ജോയ്. നമ്മൾക്ക് അറിയാറുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. കുട്ടികൾക്ക് ലളിതമായ കാര്യങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്താനുള്ള അപാരമായ കഴിവുണ്ട്. അത് സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനും കഴിയും. ആ സന്തോഷത്തെ പ്രകടിപ്പിക്കാനും അവർക്ക് മടിയില്ല എന്നുള്ളതാണ്. നമ്മൾക്കും ഉണ്ട്, കാണുമ്പോ ഒക്കെ സന്തോഷമൊക്കെ ഉള്ളിൽ വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രകടിപ്പിക്കില്ല. നമ്മൾ എന്താ ചെയ്യാ, ഇത് ഞാന് ഈ ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ അതങ്ങ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പേടി. നമ്മൾക്ക് അതിനെ ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിപ്പോ അതിൽ ചാടി കളിച്ചാൽ,
ഒരു മഴ പെയ്യാണ്, അല്ലേ? നമുക്കും ഇഷ്ടല്ലേ മഴയത്ത് ഇറങ്ങിയിട്ട് അതിലൊന്ന് കുളിക്കാനും ഒന്ന് ചാടി കളിക്കാനും ഒക്കെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മസിൽ പിടിച്ചിട്ട് നമ്മളെ കുട്ടികളൊന്ന് ഇറക്കി വിട്ടാലോ, അവരെത്രമാത്രം സന്തോഷത്തോടേക്കും അതിനെ ആസ്വദിക്കുക, അല്ലേ? ആ നിമിഷത്തിൽ, ഈ ഒരു നിമിഷത്തിൽ നമുക്ക് എന്താണ് ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആ നിമിഷത്തിൽ ആ സന്തോഷത്തെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥ അവരിൽ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ സ്വന്തം വികാരങ്ങളെ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരവസ്ഥ. സന്തോഷം വന്ന പൊട്ടിച്ചിരിക്കുക. ഇതിൽ എത്ര ആളുകളുണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ? നമുക്ക് സന്തോഷം ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ, അല്ലെങ്കിൽ സന്തോഷത്തെ അനുഭവിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം എന്ന വികാരം പുറത്ത് കാണിക്കാനുള്ള ഒരു വലിയ കാര്യമാണ്, അല്ലെ? മനുഷ്യന് മാത്രം കൊടുത്തൊരു കാര്യമാണ് ചിരിക്കാൻ പറ്റുക എന്നുള്ളത്. എത്ര ആളിത് ഇനി ഉപയോഗിക്കുന്നുണ്ട്? എത്ര പേര് ഇത് ഉപയോഗിച്ചുകൊണ്ട് സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്? നമുക്ക് സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമ്മളൊന്ന് പൊട്ടിച്ചിരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ. വെറുതെ ഒന്ന് പൊട്ടിച്ചിരിക്കുക, കുട്ടികളെ കൂടെ അവര് ചിരിക്കുന്ന കൂടെ നമ്മളും ചിരിക്കുക. ലൈക്ക് പലരും കോമഡി സീൻസ് ഒക്കെ ഇട്ടിട്ട് ഇതുവരെ പൊട്ടിച്ചിരിച്ചിട്ടില്ല അങ്ങനെ പറയുന്ന ആളുകള്. എവിടെയാണ് നമുക്കത് ബ്ലോക്ക് വന്നത്? എന്തുകൊണ്ട് നമുക്ക് പൊട്ടിച്ചിരിച്ചൂടാ? പറയാറുണ്ട് അല്ലെ, സ്ത്രീകള് ഉറക്കെ ചിരിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാര് കരയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് മനുഷ്യൻ എന്ന ഈ ഒരു ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസവിക്കാൻ സാധിക്കില്ല, അവർക്ക് ആ അവയവം ഇല്ല, ഗർഭപാത്രം എന്ന അവയവം ഇല്ല. പക്ഷെ അവർക്ക് എന്താണ്, അത് സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ചിരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്ത്രീക്കും പുരുഷനും ഉണ്ട്, രണ്ടാൾക്കും ഇല്ലേ? ഉണ്ട്. അതെന്തുകൊണ്ടാ? നമുക്കത് സാധ്യമാണ്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് കരയാൻ, നമുക്ക് മനുഷ്യര് സ്ത്രീക്കും പുരുഷനും കരയാൻ സാധിക്കും. നമുക്ക് വരുന്ന ഇമോഷൻസിനെ, നമുക്ക് കരച്ചിൽ വരുന്ന സമയത്ത് അതിനെ കരയണം, കരഞ്ഞൊഴിവാക്കണം. അത് കരയാത്തതാണ് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് സങ്കടങ്ങളായി കിടക്കുന്നത്. ആ സമയത്ത് ഒന്ന് കരഞ്ഞാൽ നമുക്ക് തന്നെ ഇല്ലേ, ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം വരും. ആണുങ്ങൾക്ക് കരയാൻ പാടില്ല എന്ന് ചെറുപ്പം മുതലേ പഠിച്ചത് കൊണ്ടാണ് അവർക്കാണ് കൂടുതൽ അല്ലെ സ്ട്രോക്ക്, അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം എന്താ? അവർ കരയില്ല. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഉറക്കെ ചിരിക്കാൻ പാടില്ല, സൗണ്ട് പുറത്തു വരാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യാതെ ആക്കുവാണ്. നമ്മളൊന്ന് പൊട്ടിച്ചിരിച്ചാൽ, വെറുതെ ഒരു ദിവസം ഒരു സമയം നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തിയാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഒരു കഥയുണ്ട്, ഒരു 3 മോങ്സിന്റെ കഥ. ബുദ്ധ സന്യാസിമാര് 3 പേരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാല്, അവർ ഓരോ സ്ഥലങ്ങളിലും ഓരോ നാടുകളിലേക്കും പോയിട്ട് ഓരോ അങ്ങാടികളിലും കവലകളിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും? പൊട്ടിച്ചിരിക്കും. വെറുതെ പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കും അവര്. ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെയുള്ള ആളുകളെല്ലാം ചിരിക്കും. അവിടുത്തെ ആളുകളെല്ലാം ചിരിക്കും. അങ്ങനെ ഈ ആളുകളെല്ലാം ചിരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ അസുഖങ്ങളെല്ലാം ഇല്ലാതായി എല്ലാവരും ഹാപ്പി ആവും. ആ നാട്ടില് ആരും അസുഖങ്ങളില്ല, അവരെല്ലാവരും ഹാപ്പി ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെയും ഇതേപോലെ തന്നെ അവർ വെറുതെ പൊട്ടിച്ചിരിക്കും, ഒന്നും സംസാരിക്കൊന്നുമില്ല, വെറുതെ പൊട്ടിച്ചിരിക്കും. അതെ, വെറുതെ ചിരിച്ചാലും അസുഖ എന്ന് പറയും.
അവര് ഈ പൊട്ടിച്ചിരിക്കുന്നത് ഈ കഥയിലൂടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ നാട്ടിലും പോയിട്ട് പൊട്ടിച്ചിരിച്ച് അവരെന്ത് ചെയ്യും, അടുത്ത നാടുകളിലേക്ക് പോകും, അവിടെയും അസുഖങ്ങൾ മാറ്റി അടുത്തതിലേക്ക് പോകും. അങ്ങനെ ഒരു സമയത്ത് അറിയാണ് ഇവരിൽ ഒരാൾ മരിച്ചു എന്നുള്ളത്. അപ്പൊ ആളുകൾ ഭയങ്കര സങ്കടമായി, ഞങ്ങൾ ഇത്രയും സന്തോഷാക്കിയ ഇവരിൽ ഒരാൾ മരിച്ചല്ലോ, അവരവസ്ഥ എന്തായിരിക്കുന്നത് ഓടിച്ചെല്ലുന്ന സമയത്ത് ആ സമയത്തും ഇവരിൽ രണ്ടുപേര് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഈ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താ ഈ ഒരു അവസ്ഥയിൽ ചിരിക്കുന്നത്? മുന്നിൽ മറ്റേ ആളെ വെച്ചിട്ടുണ്ട്, മരിച്ച ആളെ വെച്ചിട്ടുണ്ട്, മറ്റുള്ള രണ്ടുപേരും പൊട്ടിച്ചിരിക്കുക. അപ്പൊ അവര് പറയണത് ഞങ്ങൾ ഇന്നലെ ഒരു മത്സരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമായിരുന്നു, ആരാണ് ആദ്യം മരിക്കുക. അപ്പോ ഇവന് ആണ് ആദ്യം മരിച്ചിട്ടുള്ളത്, അതിന്റെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ്, അവൻ വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അവരുടെ ആ സമയത്തും അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഇവര് ഒരു ആചാരം എന്താന്ന് വെച്ചാല് ഒരു ഡ്രസ്സുകളെല്ലാം അയച്ചു വെച്ചിട്ടാണ് സാധാരണയായിട്ട് അവരെ കത്തിക്കുന്നത്, അവരുടെ ശവം ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ആ മോക്ക് മരിച്ച ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും എന്റെ ഡ്രസ്സ് അയച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നെ ചിതയിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ആ ഡ്രസ്സോടുകൂടി അവരെന്ത് ചെയ്യാണ്, അവരെ ചിതയിടുകയും ആ സമയത്ത് ആ ഡ്രസ്സിനുള്ളിൽ അവരൊരുപാട് പൂത്തിരികള് മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മരണം വരെ അവരെന്ത് ചെയ്യാണ്, ആ മരണത്തിന്റെ ആ സമയം വരെ ആ തീച്ചൂളയിൽ ഒരുപാട് കാഴ്ചകളായിട്ട് മാറ്റി. ആ രീതിയിൽ സന്തോഷത്തോട് കഴിഞ്ഞുപോയ ഒരു കഥയുണ്ട്. അപ്പൊ അതേപോലെ നമ്മളിലും സന്തോഷം മാത്രം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ചിരിക്കുക. നമ്മളൊന്ന് ചിരിച്ചാൽ നമ്മളെ മക്കൾ എത്രമാത്രം സന്തോഷമായിരിക്കും. നമ്മളെപ്പോഴും മസിൽ പിടിച്ചു ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ മക്കളെ മുഖം നോക്കി നമ്മളൊന്ന് ചിരിക്കുകയാണെങ്കിൽ മക്കൾ എത്ര ആവേശത്തിലായിരിക്കും, എത്ര സന്തോഷത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ചിരിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുക. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടുത്തരുത്. അതേപോലെ കുട്ടികളിൽ കാണുന്ന അടുത്തൊരു കാര്യമാണ്, അവർ സത്യസന്ധരായിരിക്കും, ഓണസ്റ്റ് ആയിരിക്കും അല്ലേ. അവർക്ക് കളവ് പറയില്ല. അവർ എന്താണോ ഉള്ളത് അത് അതേപോലെ പറയും. അതിന്റെ അപ്പുറം ഇപ്പുറം അവർ ചിന്തിക്കില്ല. അവരെന്താന്ന് പറയാ, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും കുട്ടികളോട് ചോദിച്ചാൽ മതി, സത്യാവസ്ഥ അറിയാൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് മറുപടി ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മള് അപ്പുറം ചിന്തിക്കാതെ എന്താണോ അവർക്ക് അത് സത്യസന്ധമായി പറയുന്നവരാണ് ആര്, കുട്ടികള്. നമ്മളോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയും മക്കളോട് സത്യസന്ധമായിട്ട് പറയണം, സത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാവൂ. ഒരിടത്തും കളവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ ശിക്ഷിക്കും ചെയ്യും. കുറച്ചൊന്ന് മുതിർന്ന സമയത്താണ് അവർ കളവ് പറയാ, ആ സമയത്ത് നമ്മൾ ശിക്ഷിക്കും ചെയ്യും. പക്ഷെ അവർ നമ്മളിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. പല സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവർ മാതൃകയാക്കുന്നത്. അങ്ങനെയാണ് അവരതിലേക്ക് എത്തുന്നത്. അവർ സത്യസന്ധരാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. നമ്മളും അതുപോലെ ആയിരുന്നു. പിന്നെ അവരടുത്തതാണ്, കളികളിലൂടെ പഠിക്കുന്നവരാണ് അവര്. ഏത് കളികളിലും പഠനം കണ്ടെത്തുന്നവരും പഠിക്കുന്ന സമയത്തും കളിക്കുന്നവരുമാണ്. അല്ലെങ്കിൽ ഓരോ കളികളിലൂടെ കാര്യങ്ങളെ പെട്ടെന്ന് പഠിക്കുന്നവരാണ്. അതേപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ ജീവിതത്തില് പഠനാനുഭവങ്ങളില് വിനോദങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പൊ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കും. അടുത്തതാണ് അവരുടെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ പറയാം, സാമൂഹികമായിട്ടുള്ള കഴിവുകള്, അതേപോലെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള കഴിവ്. എവിടെ കയറി ചെന്നാലും അവരവിടെ ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാവും അല്ലെ, ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്ക്. അവിടെ കയറിയിട്ട് അവിടുത്തെ ഏതെങ്കിലും ആളുകളോട് പരിചയപ്പെട്ട് അവിടെ ഇപ്പൊ ഒരു മാളില് പോവേ അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോവുകയാണെങ്കിൽ വരെ നമ്മൾ കാണാറുണ്ട്. അവിടെയുള്ള ഏതെങ്കിലും കുട്ടികളായിട്ട് അവർ കമ്പനി ആയിട്ടുണ്ടാവും.
അല്ലെ ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അവർക്ക് അതിനൊരു മടിയുമില്ല. ഏതൊരാളോട് ചിരിക്കാന്, അവരടുത്ത് ചെന്നിട്ട് സംസാരിക്കാന്, അവർ ഒരു ഭാഷ പോലും അവർക്ക് പ്രശ്നമല്ല അല്ലെ. എവിടെ ചെന്നാലും അവിടെയുള്ള ആളുകളെ അവരെ കൈപിടിയിൽ അവരാക്കും. നല്ലൊരു ക്വാളിറ്റിയാണ്. സോ ഏതൊരാളെയും പെട്ടെന്ന് പരിചയപ്പെടാനും അവരെ അവരുടെ സ്വന്തമാക്കി മാറ്റാനും ഒരു റെഡിയാണ്. അവരുടെ സന്തോഷവും അവരുടെ എന്താണോ അവരുടെ കഴിവുകൾ ഉള്ളത് അതിനെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അതിനൊന്നും അവർക്കൊരു മടിയുമില്ല. അവര് പാട്ട് പാടാൻ അറിയെങ്കിൽ അവർക്ക് പാട്ട് പാടി കൊടുക്കും. എന്താണോ അവരുടെ കഴിവുകൾ ഉള്ളത് അതിനെ അവർ പ്രകടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവരെ ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് അടുക്കാനും അവർ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്നുള്ളത് അവരെത്രയും പെട്ടെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കുട്ടികൾ ഒരാള് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ എന്തൊക്കെയാണോ അവരുടെ അടുത്തുള്ളത് അതെല്ലാം അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഇതൊക്കെയാണ്, ഞാൻ ഇന്നതൊക്കെയാണ്, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്കറിയാം. ഈ രീതിയിൽ പറയാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു കഴിവ് അത് നമ്മളിൽ ഇല്ലാതെ പോയി പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞാൽ പോലും അത് പറയാനോ അത് പ്രകടിപ്പിക്കാനോ പറ്റാത്തവരായിട്ട് നമ്മൾ മാറിപ്പോയി. എന്താണ് ഒരുപാട് അറിവുകൾ നമുക്കില്ലേ. നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരാണ്, വലിയൊരാളാണെന്നൊക്കെ പറയും അല്ലെ, അവർ വലിയ സംഭവമാണെന്നൊക്കെ പറയും. ഞാനൊന്നുമല്ല. പക്ഷെ അവർക്കറിയാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മളുള്ളിലില്ലേ. അവരെ പോലെ തന്നെ നമ്മൾ ആവണമെന്നില്ല, പക്ഷെ നമ്മളായിട്ട് നമ്മളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പറയാനും പ്രകടിപ്പിക്കാനും നമ്മൾ റെഡിയല്ല. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ആ ഒരു വാല്യൂ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് പറ്റാത്തത്. അതേപോലെ തന്നെ സുഹൃത്തുക്കള്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള കാലം ഏതായിരുന്നു? ചെറുപ്പകാലങ്ങളിലല്ലേ? കുട്ടിക്കാലത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ നമ്മൾ ഓർത്തു നോക്കിയാൽ അറിയാം, നമ്മളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ളത് ആ കുട്ടിക്കാലത്താണ്. ഇപ്പൊ ഓരോ നിമിഷങ്ങളിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിലെന്തോ ഒരു എന്നെ കാര്യത്തിന് വേണ്ടിയിട്ട് അവനെ എനിക്ക് ഫ്രണ്ട് ആക്കാം, ഈ രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. ഇവനോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പരിമിതപ്പെടുത്തി അവന് ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് വിട്ടുകളയാം, ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനെ ഇപ്പോൾ സ്വീകരിക്കുന്നത്, അവരോടുള്ള ബന്ധം തുടർന്നു പോകുന്നത്. ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇതിൽ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. ഓരോരുത്തരിലും ഗുണങ്ങളുണ്ട്, ദോഷങ്ങൾ ഉണ്ടാവാം. പക്ഷെ പല സമയങ്ങളിലും നമ്മളെ സഹായിക്കാന് നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിട്ടില്ലെങ്കിലും ചില സമയങ്ങളില് ഉണ്ട് ജഡ്ജ്മെന്റ് ഇഷ്യൂ. ചില സമയങ്ങളില് നമുക്ക് ഏതൊരവസ്ഥയിലും നമ്മൾക്ക് ആളുകൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എല്ലാവരോടും ഏറ്റവും നന്നായി പെരുമാറാനുള്ള രീതിയിൽ നമുക്ക് അവരെ എപ്പോഴും കൂട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല സൗഹൃദ കൂട്ടങ്ങൾ നമുക്ക് ഉണ്ടാവണം. എത്രമാത്രം ഡാറ്റ നമ്മൾ എടുത്തുണ്ടോ അത്രയും മാത്രമാണ് നമ്മൾ വളരുക എന്നുള്ളത് സാറ് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. പലപ്പോഴും സാറ് പറയുന്ന ഒരു കാര്യമാണ്, എത്രമാത്രം ബന്ധങ്ങളും നമുക്ക് എത്രമാത്രം ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടോ അത്രമാത്രം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ് ആവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ നമുക്ക് വളർച്ചയുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം,
ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. കുട്ടികളെ പോലെ കൂടുതൽ ആളുകളെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരോടും സംസാരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക, അല്ലേ? അപ്പൊ കുട്ടികളെ പോലെ കൂടുതലായിട്ട് ആ കാര്യത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം, കരിയറെല്ലാം ഉയർന്നു വരണമെങ്കിൽ നമുക്കത് വലിയ ഉപകാരപ്രദമായിട്ട് മാറും. ഓക്കെ, അത് അടുത്തതാണ് സ്ഥിരോത്സാഹവും ദൃഢനിശ്ചയവും. കുട്ടികളിൽ കാണുന്ന വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, അവർ എപ്പോഴും ഉത്സാഹത്തോടു കൂടി ഭയങ്കര ആവേശത്തോടു കൂടിയായിരിക്കും ഓരോ കാര്യങ്ങളെയും ചെന്ന് കാണുക, കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ തന്നെ കാണാറുണ്ട് നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, വീട്ടിൽ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൂടെ എപ്പോഴും കൂടി നമ്മളെ കൂടെ ചെയ്യുന്നത് ആരായിരിക്കും? ചെറിയ കുട്ടികളായിരിക്കും. വലുതാവുന്നതിനനുസരിച്ച് അവർ നമ്മളോടൊപ്പം കാര്യങ്ങൾ ചെയ്യാനൊക്കെ മടിച്ച് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാറ്. ഈ ചെറിയ കുട്ടികൾ നമ്മൾ മാറ്റി നിർത്തും. ഇത് മതി, നിർത്ത്, ഇനി മതി, ഇത്രയും എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയേണ്ട ഒരവസ്ഥയായിരിക്കും. അതെന്താ? അവർക്ക് ആ ഒരു സമയത്ത്, കുട്ടികളായിരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ അവരുടെ ഉത്സാഹവും ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവര് നമുക്ക് തരുന്നൊരു പാഠം എളുപ്പത്തിൽ തളരരുത്, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ പരിശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു വലിയൊരു പാഠാണ് നമുക്ക് ആ കുട്ടികൾ കാണിച്ചു തരുന്നത്. അവരെന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വേണമെങ്കിൽ, അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ അവർ എത്ര സമയവും എത്ര നേരവും അതിലൂടെ കൂടെ കൂടും. അത് നമ്മളോട് പറ്റിപ്പറഞ്ഞ്, അല്ലേ, അങ്ങനെ പറയാറുണ്ട്, പ്രായമുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു വാക്കാണ്. അവരത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. അത് അവർ നേടുന്നത് വരെ ആരെയൊക്കെ കാണണം, എന്തൊക്കെ ചെയ്യണം, നമുക്കൊരു സമാധാനവും തരാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും? അത് 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 എന്ന് പറഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടാക്കി കൊണ്ടേയിരിക്കും. അവരത് നേടി, അതല്ലെങ്കിൽ അത് അവരെന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തുന്നത് വരെ അവരെന്ത് ചെയ്യും? അതിന്റെ പിറകെ തന്നെയായിരിക്കും. സോപ്പടി, അതെ, സോപ്പ് ഇട്ടിട്ട് നമ്മളെ കൂടെ കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളോട് അത് നേടിയെടുക്കുക അവര്. അല്ലെങ്കിൽ കരഞ്ഞിട്ടാണെങ്കിലും അവരെന്ത് ചെയ്യും? വാശി പിടിച്ചിട്ടാലും കരഞ്ഞിട്ടാലും അവരത് നേടിയിരിക്കും. അവരാഗ്രഹിച്ചത് എന്തോ അത് അവർക്ക് നേടണം. ആ ഒരു രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇതേ ഒരു കാര്യം തന്നെയാണ്, അവര് സഹായം ചോദിക്കാൻ അവർക്ക് മടിയുണ്ടാവില്ല. ആസ്കിങ് ഫോർ ഹെൽപ്പ്, എന്ത് സഹായം ആരെടുത്തുന്നാലും അവർ ചോദിക്കും. അവർക്ക് അതിൽ മടിയില്ല. അവർ ഏത് കാര്യങ്ങളിലൂടെ പോവുകയാണെങ്കിൽ, എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? അത് ചോദിച്ച് വാങ്ങി അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. അതേപോലെ ഒറ്റയ്ക്ക് പോരാടുന്നതിന് പകരം എല്ലാവരെയും സഹകരിച്ച് ആ ഒരു മൂല്യം അവരിലുണ്ട്, ഇല്ലേ? അവര് ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലും അത് ആ കാര്യത്തെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളത്. അതേപോലെ തന്നെ അവര് ആ മറ്റുള്ളവരെ സഹായം ചോദിച്ചു വാങ്ങി ആ കാര്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്യും? എത്തിക്കാൻ അവർക്ക് മടിയില്ല. വലിയവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് വലുതായാൽ മതില്ലേ, മക്കൾ തന്നെ, കുട്ടികൾ തന്നെ കുറച്ചൊരു 15 വയസ്സ് ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളോട് ചോദിക്കാനുള്ള അവർക്ക് വരുന്നൊരു മടിയുണ്ട്. എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടാൻ അവരെന്തും സഹിച്ചവിടെ ഇരിക്കുന്നോളൂ. പക്ഷെ ഒരാളോട് ആ സഹായം ചോദിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ സമയം ആകുമ്പോഴേക്കും നഷ്ടപ്പെട്ടു പോവാണ് മക്കളിൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണത്. എന്തുകൊണ്ട് ഇത് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോട്ട്, ഈ ഒരു സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിൽട്ടർ ചെയ്യാത്ത എക്സ്പ്രഷൻസ്, അൺഫിൽറ്റേർഡ് എക്സ്പ്രഷൻസ് ആയിരിക്കും അവർ. വിധിയെ ഭയപ്പെടാതെ കുട്ടികൾ അവരുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കും. തുറന്ന മനസ്സാലെ സത്യസന്ധമായ ആശയവിനിമയത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോവുക, അല്ലെ? യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. എന്നാലോ നമ്മളെങ്ങനെയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളായിട്ട് ആരുടെ മുന്നിലും ഇരിക്കില്ല, അല്ലെ? നമ്മള്
ഒറിജിനൽ എന്താന്ന് അറിയണമെങ്കിൽ പറയാറുണ്ട് ഒരു ദിവസം യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യും, വലിയവരുടെ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ കുട്ടികള് ആ സമയം തന്നെ നമുക്ക് മനസ്സിലാവും ഈ കുഞ്ഞെന്താണെന്ന്. അവരുടെ സ്വഭാവം ഫിൽട്ടർ ചെയ്യാത്ത എന്താണോ അവര് അത് അതേപോലെ പ്രകടിപ്പിക്കുന്നവരാണ്. അടുത്ത വലിയൊരു ക്വാളിറ്റിയാണ് ക്ഷമയും വിട്ടുവീഴ്ചയും. ഫോർഗിവ്നെസ് ആൻഡ് ലെറ്റിംഗ് ഗോ. എന്തൊരു കാര്യം, എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു അടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയുകയോ ചെയ്താലും ആ ഒരു സമയം 2 മിനിറ്റ് ആ ഒരു അടിയൊക്കെ കിട്ടിയാൽ ആ വേദന മാറി ആ നിമിഷം തന്നെ അവര് നമ്മളെ കെട്ടിപ്പിടിക്കും. അവരത് മറന്നു പോകുന്നു. ഒരെത്ര നിമിഷം കൊണ്ട് തന്നെ അവര് മറന്നു പോകും, അല്ലെങ്കിൽ അത് മറന്നു കളയുന്നു. ഇത്രയും അതിലുള്ളൂ എന്ന് അവർ മനസ്സിലാവും. എന്തിനേയും വിട്ടു കൊടുക്കാനുള്ള ആ ഒരു മനസ്സ്, പകയോ വൈരാഗ്യോ ഒന്നും മനസ്സിൽ വെക്കാതെ ആ ഒരു നിമിഷത്തിൽ തന്നെ അതിനെ വിട്ടുകൊടുത്ത് ഹാപ്പി ആവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ ഇതൊക്കെ. കുട്ടികളിൽ നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ക്വാളിറ്റിയാണ്. അടുത്തതാണ് പഠനത്തോടുള്ള സ്നേഹം, ലവ് ഓഫ് ലേണിംഗ്. അവർക്ക് കൊച്ചുകുട്ടികൾ പഠനത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവര് ഏത് സാഹസികതയോടെയും അതിനെ സമീപിക്കും. എന്തു പഠിക്കാൻ അവര് റെഡിയാണ്. പഠനത്തെ വിപുലീകരിക്കാനും അതിന് എന്ത് കാര്യങ്ങളിലും ആ രീതിയിൽ അതിനെ പഠിച്ചെടുക്കാനും അവർക്ക് കഴിയും. നമ്മൾ പറയാം അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്, ചെറുപ്പത്തിലുള്ള പഠിക്കുന്ന പോലെ വലുപ്പത്തിൽ പഠിക്കാൻ പറ്റില്ല. വെറുതെ തോന്നുക. എല്ലാ കാലത്തും നമുക്ക് ഒരുപോലെ തന്നെ പഠിക്കാൻ പറ്റും. അതിനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ, കുട്ടികളെ പോലെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് കാലത്തും നമുക്ക് പഠിക്കാൻ പറ്റും. അവർക്ക് വേറെ ടെൻഷനോ പ്രയാസങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, എന്ത് കാര്യങ്ങളും പഠിച്ചെടുക്കാൻ, ഭാഷകളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ എന്ത് പഠിച്ചെടുക്കാൻ അവർ റെഡിയാണ്. അടുത്തതാണ് മാറ്റത്തെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണ്. ഏത് കാര്യത്തെയും പൊരുത്തപ്പെടാനും പുതിയ അനുഭവങ്ങൾക്കായിട്ട് തുറന്നിരിക്കാൻ അവർ തയ്യാറാണ്. നമ്മുടെ കൈകളിലായിരിക്കും കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയം. പിന്നെ അവര് സ്കൂളുകളിലേക്ക് അയക്കുന്ന സമയത്ത്, അടുത്ത സ്കൂളിലേക്ക് മാറുന്ന സമയങ്ങളില് അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലേക്ക് അവർക്ക് പോവേണ്ട സമയത്തും വലിയവരെക്കാൾ പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ആ മാറ്റത്തെ ഉൾക്കൊള്ളുകയും അവരിൽ ഒരാളായിട്ട് മാറുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും, അവരെ മാറാൻ തയ്യാറാണ്. അടുത്തതാണ് അതിരുകളില്ലാത്ത ഊർജവും ഉത്സാഹവും. എനർജറ്റിക് ആയിരിക്കും, എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, അല്ലെ? ഒരു ഭയങ്കര എന്തൂസിയാസം ആയിരിക്കും എന്ത് കാര്യത്തിനെ കുറിച്ചും, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് വിശ്രമത്തിന്റെയും അതേപോലെ തന്നെ കളിയുടെയും ഒക്കെ പ്രാധാന്യത്തെ കുറിച്ച് അവർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്നതാണ്. അവർക്ക് ക്ഷീണം വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് പോയിട്ട് അവർ ഇരിക്കും, അല്ലെങ്കിൽ അവർ ഉറങ്ങും. കുട്ടികളെ പോലെ ഒന്ന് ഉറങ്ങാൻ സാധിച്ചെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിക്കാറുണ്ട്. അവരെപ്പോഴും നമ്മളിപ്പോ കളിക്കുന്നുണ്ടാവും, അതിന്റെ ഇടയിൽ അവർക്ക് ക്ഷീണം വന്നിട്ടുണ്ട്, അവർ പോയി ഉറങ്ങുന്നത് കാണാം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ്, റെസ്റ്റ് എടുക്കണം എന്നുള്ളത് അവർ നമ്മൾക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. അതേപോലെ തന്നെ അവർ നമുക്ക് കാണിച്ചു തരുന്ന മറ്റൊരു കാര്യമാണ് നമ്മള് എക്സസൈസുകൾ ചെയ്യണം എന്നുള്ളത്. നന്നായിട്ട് അവർ കളിക്കും, അല്ലേ? നമ്മൾ ബോഡിക്കും ആവശ്യമുള്ളതല്ലേ അത്. എക്സസൈസ് ആവശ്യമുണ്ട്. പക്ഷെ അത് നമ്മളിൽ ഇല്ലാതെ പോയി. അവരെന്ത് ചെയ്യും, കളിക്കാനോ അവർക്ക് ഓടിക്കളിക്കാനോ ചാടി കളിക്കാനോ ഒന്നും അവർക്ക് മടിയില്ല. നമ്മൾ മടിച്ചുപോയി എന്നുള്ളതാണ് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ. അതേപോലെ തന്നെ അവർ ഇന്നസെന്റ് ആയിരിക്കും, ട്രസ്റ്റ് ആയിരിക്കും, അല്ലെ? ഭയങ്കര വിശ്വാസമായിരിക്കും അവർ. ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. അവരെ ഒരു സംശയത്തോടു കൂടി കാര്യങ്ങളെ കാണുന്നവരല്ല, അവര് അതില് ഇന്നസെന്റ് ആയിട്ട് വിശ്വസിക്കുന്നവരുമാണ്. അതേപോലെ തന്നെ ശക്തമായ അടിത്തറകൾ കെട്ടിപ്പടുക്കുന്നവരാണ് കുട്ടികള്. ഭാഷയിലാവട്ടെ സാമൂഹിക ഇടപെടലുകളിലാവട്ടെ അവർ ആ രീതിയിൽ അതിനെ കാണാൻ സഹായിക്കുന്നതാണ്. ഏതൊരു സാഹചര്യത്തിലും സാധ്യതകളിലും
അവരെന്താ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിശ്വാസം അവരിലുണ്ട്. എന്തും സാധ്യമാണ്, എന്തും സാധ്യമാണെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം അവരിലുണ്ട്. അവരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര ധൈര്യമായിരിക്കും അവർക്ക്, കോൺഫിഡൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ട്രസ്റ്റ് ഉണ്ടാവും, നോൺ ജഡ്ജ്മെന്റേഷൻ. ഒരാളെ കുറിച്ചും എന്തിനെ കുറിച്ചും അവരെന്ത് ചെയ്യും, ജഡ്ജ് ചെയ്യപ്പെടില്ല. അതിനെ അവർക്ക് എന്ത് ചെയ്യാണ്, സംശയത്തിന്റെ ഒരു മുൻമുനയിലായിരിക്കില്ല അവരുണ്ടാവുക. എല്ലാത്തിനെയും കാണാനും ആ രീതിയിൽ അതിനെ എടുക്കാനും അവർക്ക് സാധിക്കും. എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളിലുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ചെറിയ കുഞ്ഞുങ്ങളിൽ. നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുത്താൽ അവർക്ക് ആ ഒരു മുഖത്ത് ആ ഒരു പുഞ്ചിരി അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു മനസ്സ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അത് ഒരുപാട് കുട്ടികൾ നമ്മൾക്ക് കാണിച്ചു തരാറുണ്ട്. അവരെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും, നിഷ്കളങ്കരായിരിക്കും. അതേപോലെ ഒരു ഈഗോ അവർക്ക് ഉണ്ടാവില്ല. ഞാൻ എന്നൊരു ഭാവം അവരിൽ നമ്മൾ കാണാറില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഞാൻ എന്നൊരു ഭാവം അവരിൽ നമ്മൾ കാണാറില്ല. എല്ലാവരും ഒന്നെന്നുള്ള രീതിയിൽ എല്ലാവരോടും ആ ഒരു സ്നേഹവും സൗഹൃദവും കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് അവരിൽ നമുക്ക് കാണാറുള്ളത്. ഒരുപാട് കുട്ടികളുടെ ക്വാളിറ്റികൾ പറഞ്ഞു. ഈ ഒരു സ്വഭാവ മഹിമകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇത്രയും ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു എങ്കിൽ, ഇത്രയും ക്വാളിറ്റികൾ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആയിരിക്കും. നമുക്ക് പിന്നെ എന്താ വേണ്ടത്? ഇത് എങ്ങനെ നമ്മളിത് നഷ്ടപ്പെട്ടു പോയി? എവിടെയാണ് നമ്മൾ ഈ ഒരു മുത്തുമണികളെല്ലാം കളഞ്ഞു പോയത്? നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ഹാപ്പി ആക്കി നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ജനിച്ചിട്ടുള്ളത്. ഈ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്ന, നമുക്ക് ദൈവം തന്ന, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മളിൽ ഉണ്ടായിരുന്ന ഈ എല്ലാ ക്വാളിറ്റികളും നമ്മളുടെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതെ ഇപ്പോഴും ആകെ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഞാനെന്ന എന്നിൽ ഉണ്ടായിരുന്നു, നിങ്ങളെന്ന നിങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെയായിരുന്നു. ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ ഉണ്ടായിരുന്നു. ഈ ക്വാളിറ്റീസ് എല്ലാം നഷ്ടപ്പെടുത്തിയത് ആരാണ്? എവിടെയാണ് ഇതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? എന്ത് ചെയ്താലാണ് ഇതെല്ലാം നമുക്ക് തിരിച്ചു വരിക? കുട്ടികളെ പോലെ ഹാപ്പി ആവാനും, കുട്ടികളെ പോലെ പൊട്ടിച്ചിരിക്കാനും, ഈ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാനും നമുക്ക് എന്താണ് ഇനിയൊരു മാർഗം? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. എവിടുന്നാണ് എന്റെ നഷ്ടപ്പെട്ടു പോയത്? ഈ ഒരു ക്വാളിറ്റി എനിക്കുണ്ടായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇത് എവിടുന്ന ഞാൻ നഷ്ടപ്പെടുത്തി? ഞാൻ എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത്? ഏത് ഭാഗത്താണ് എന്റെ ഈ ഒരു സ്വഭാവം നഷ്ടപ്പെട്ട ഭാഗത്ത് നിന്ന് ഞാൻ എന്താണ് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് ഈ കുട്ടികളെ പോലെ തിരിച്ചു വരാൻ എനിക്ക് സാധിക്കും. ആ നിങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ കഴിവുകളും, ഈ കാര്യങ്ങളെല്ലാമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. പ്യുവറായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന, ആര് കണ്ടാലും നമ്മളെ കാണുന്ന സമയത്തും ബഹുമാനിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമ്മളിൽ ഉണ്ടായിരുന്ന ഈ ക്വാളിറ്റികളെല്ലാം നഷ്ടപ്പെട്ടതിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഹാപ്പിയോടുകൂടി കുട്ടി എന്ന ആ ഒരു കുഞ്ഞു മക്കളെ മാനസികാവസ്ഥയിൽ അവരെ പോലെ പ്യുവർ ആയിക്കൊണ്ട് ആ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതിന് പറ്റുന്ന, നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള എന്താണ് ഇതിനൊരു മാർഗം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിന് പറ്റിയ ഏറ്റവും നല്ല ഒരു ടൂളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കാറുള്ളത്. EFT.
ഇമോഷൻ ഫ്രീഡം ടെക്നിക്. ഈ ഒരു കോഴ്സിലൂടെ EFT ഗുരു എന്ന റഫീഖ് ചെറുശ്ശേരി സാറുടെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ കുട്ടിക്കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ച നിങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുക എന്നുള്ളതാണ്. കോഴ്സ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും ഇവിടെ. അവർക്ക് പറയാൻ പറ്റും, എന്റെ മനസ്സ് ആ രീതിയിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെ, എനിക്ക് പറയാൻ പറ്റും ആ കുട്ടിയെ പോലെ പൊട്ടിച്ചിരിക്കാനും ആ കുട്ടിയെ പോലെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ എന്താണ് ഈ ഒരു ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേര് പറയാനുണ്ടാവും ഇവിടെ, അനുഭവങ്ങൾ പറയാനുണ്ടാവും. സന്തോഷം എന്താണെന്ന്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്ന ചീട്ട് നഷ്ടപ്പെട്ടു പോയത് ഇനി നമ്മൾ എത്തുന്നു. ആ സന്തോഷത്തെ തിരിച്ചു വരാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ, ഒരുപാട് തിരിച്ചെത്തിക്കാൻ പറ്റിയ ഒരു വലിയൊരു ടൂളാണ് ഇതെന്നുള്ളതും ഇതിലൂടെ എത്തിപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവങ്ങളും ഇവിടെ നിങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് മെയ് 30-നാണ്. മെയ് 30-ന് ഉള്ള ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ ഈ ഒരു സന്തോഷം തിരിച്ചു വന്നതിനെ കുറിച്ച് പറയാനുള്ളവരുണ്ടെങ്കിൽ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 8 മണി ആയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ATC സെഷൻ ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ആർക്കെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സെഷൻ ഉപകാരപ്പെട്ടോ നിങ്ങൾക്ക്? ഓക്കെ, താങ്ക് യു സോ മച്ച് മുഹമ്മദ് സർ. ഫൗസി മാം സംസാരിച്ചോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സൂപ്പർ ക്ലാസ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ ക്ലാസ് ആ കുട്ടികളുടെ ആ ഫീലിങ്സും രക്ഷിതാക്കളുടെ ഫീലിങ്സും കൂടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. കാരണം അത് കേട്ടവർക്ക് നല്ല ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, നമ്മളെ മക്കളിലുള്ള കഴിവുകൾ, അത് ഓരോ രക്ഷിതാക്കളും അറിയാതെ പോയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് കേട്ട രക്ഷിതാക്കൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ആ പോയിന്റ്. അതേപോലെ തന്നെ ഇതിന് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ മക്കളിലുള്ള ഈ ക്വാളിറ്റി നഷ്ടപ്പെടാതെ വളർത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഈ ക്വാളിറ്റികളൊക്കെയുള്ള മക്കളാണ് നമ്മളെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ക്വാളിറ്റികളൊന്നും നഷ്ടപ്പെടുത്താതെ അവരെ എങ്ങനെ വളർത്താം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? EFT എന്നുള്ള ഈ ഒരു മിറാക്കിള് തന്നെയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. കാരണം ഒരുപാട് അറിവ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു തിരിച്ചറിവ് കിട്ടിയത് EFTയിൽ വന്നതിന് ശേഷമാണ്. ഇത് ചെയ്യാത്ത ആളുകളോട് പറയാണ്, തീർച്ചയായിട്ടും ചെയ്യണം. അത്രയും നല്ല നമ്മളെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപാട് വേറെയും കുറെ അറിവുകൾ എനിക്ക് നേടാൻ പറ്റി, മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എനിക്ക് കുറെ പോയിന്റുകൾ ഇന്ന് കിട്ടി. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ATC സെഷൻ ആണുള്ളത്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. കോഴ്സ് ചെയ്ത ആളുകൾക്കുള്ളതാണ്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ.
താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. കുഞ്ഞു കുഞ്ഞു സൂപ്പർ ചെറുപ്പത്തിലേ മാം. അങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട് കുറെ. ഇരുന്ന് കേട്ടോ മാം. നല്ല രസത്തില് ക്ലാസ് എടുത്തു. നമ്മള് നല്ല വലിയ ഫീൽ